കേന്ദ്രഭരണത്തിലെ ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതായതോടെയാണ് രാജ്യം നവലിബറൽ ഉദാരവൽക്കരണത്തിലേക്ക് മാറിയെന്ന് മന്ത്രി എം.വി. രാജേഷ്. ഗ്രാമീണ മേഖലകളിൽ നിന്നും പൊതുമേഖലാ ബാങ്കിംഗ് ഇല്ലാതായാൽ രാജ്യം വൻ ദുരന്തത്തെ നേരിടേണ്ടതായി വരും. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖല ഉൾപ്പെടെ പൊതുമേഖലകളിൽ നടക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ബുൾഡോസർ രാജാണെന്ന് മന്ത്രി രാജേഷ് കുറ്റപ്പെടുത്തി. ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് നടക്കാതെ പോയത് കേന്ദ്രഭരണത്തിൽ ഇടത് കക്ഷികൾക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണ്. രണ്ടാം UPA സർക്കാർ തുടങ്ങിവെച്ച രാജ്യവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പൂർവാധികം ശക്തിയോടെ BJP സർക്കാർ നടപ്പിലാക്കുകയാണ്. 100% വിദേശ നിക്ഷേപമെന്ന നിലയിൽ പൊതുമേഖലകളെ മാറ്റിയെടുക്കുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് ക്ഷൗരം ചെയ്തു കൊടുക്കുകയാണ്. ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 വീണ്ടും കുറയ്ക്കാനൊരുങ്ങുകയാണ്. വിദേശ രാജ്യങ്ങൾ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ അതേപടി നമ്മുടെ രാജ്യത്തും ഉണ്ടാവുമെന്നും പ്രതിവിധി ഇടതുപക്ഷ ശാക്തീകരണമാണെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായ രാഷ്ട്രീയം കൂടി നിങ്ങൾ ചർച്ച ചെയ്യും എന്നും ഞാൻ വിചാരിക്കുന്നു. ഗ്രാമീണ ബാങ്കുകൾ ഇന്ന് വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, അനിശ്ചിതത്വം, ഇത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഗ്രാമീണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഗ്രാമീൺ ബാങ്ക് എന്ന ഒരാശയം തന്നെ വരുന്നത് ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷമാണ്. ബാങ്ക് ദേശസാൽക്കരണത്തെ ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെ അതിശക്തമായിട്ട് എതിർക്കുമ്പോൾ പിന്തുണച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അസോസിയേഷൻ പ്രസിഡന്റ് N. മീന അധ്യക്ഷത വഹിച്ചു. MLA A. പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി M. ഹംസ, TV അനൂപ്, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, P. ശിവദാസ്, ദീപക് വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ലേബർ കോഡ് വിഷയത്തിൽ സെമിനാറും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.